എന്തെല്ലാം രേഖകളാണ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പൗരത്വം തെളിയിക്കാൻ സഹായിക്കുന്ന രേഖകൾ? ബംഗാളിലെ 27 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തത്. നരേന്ദ്രമോദി സർക്കാർ, അതിൽ പ്രത്യേകിച്ച് അമിത്ഷാ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കൊണ്ടുവന്നിരിക്കുന്ന നിരവധി പരിഷ്കാരങ്ങളാണ്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ തങ്ങൾ ഈ പൗരന്മാരാണോ, ഈ നാട്ടുകാരാണോ, തങ്ങൾ ഇവിടെ പൗരത്വമുണ്ടോ, തങ്ങളുടെ സ്ഥിതി എന്താണ്, നാളെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുമോ എന്നറിയാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഇന്ത്യൻ പൗരൻ? എന്താണ് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ മാനദണ്ഡം? സത്യത്തിൽ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ടി വരുന്നത് വളരെ ഗുരുതരമായ ചില ആഭ്യന്തര പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു 10-12 വർഷം മുമ്പ്, അതായത് BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആരാണ് ഇന്ത്യൻ പൗരൻ, ഇന്ത്യൻ പൗരത്വം എന്ന സംഗതി തെളിയിക്കാവുന്ന രേഖകളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വലിയ ഒരു പ്രതിസന്ധി രാജ്യത്തുണ്ടായിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് ഇന്ത്യയിലെ പൗരത്വം സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പുതിയ ചർച്ചകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ചുള്ള രേഖകൾ ഏത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ പൗരന്മാരല്ല എന്ന പേരിൽ ധാരാളം പേരെ രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇവിടെ പൗരത്വം നേടാനുള്ള അവകാശങ്ങളും ഇപ്പോൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്ന്, എന്തെല്ലാം രേഖകളാണ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പൗരത്വം തെളിയിക്കാൻ സഹായിക്കുന്ന രേഖകൾ? സാധാരണ നിലയിൽ നമ്മൾ നോക്കിയാൽ പാസ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. പാസ്പോർട്ട് വിദേശത്തൊക്കെ പോകുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പാസ്പോർട്ട് ലഭ്യമാണ്. പക്ഷേ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന് 2 വർഷം മുമ്പ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ സഹായിക്കുന്ന രേഖയാണ്. അന്താരാഷ്ട്ര സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ, മറ്റ് രാജ്യങ്ങളിൽ പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം. അതിനുള്ള ഒരു രേഖ മാത്രമാണ് പാസ്പോർട്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അപ്പോൾ പിന്നെ പൗരന് സ്വന്തം പൗരത്വം തെളിയിക്കാൻ, ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള മറ്റ് രേഖകൾ എന്താണ്? നമ്മൾ കരുതിയത് ആധാർ കാർഡ് എന്ന പേരിൽ ഒരു നരേന്ദ്രമോദിക്ക് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് ആധാർ കാർഡ് നടപ്പിലാക്കിയത്. ഓരോ പൗരനും ഒരു നമ്പർ, ആ ആധാർ നമ്പർ അനുസരിച്ച് നിങ്ങളുടെ കടലാസുകൾ ശരിപ്പെടുത്താം, നിങ്ങളെ ID കാർഡായിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്നാണ് സർക്കാർ പറയുന്നത്. കാരണം അതെന്താണ്? അത് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അത് പൗരനാണോ എന്നുള്ളതിന് അത് ഒരു ഉറപ്പ് നൽകുന്ന സംഗതിയല്ല. പിന്നെന്താ ഒരു രേഖ ഉള്ളത്? പിന്നെ ഒരു രേഖയായിട്ട് നമ്മുടെ മുമ്പിൽ സാധാരണ നിലക്ക് കിട്ടുന്നത് ഒരു വോട്ടർ ID ആണ്. തിരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക്, വോട്ടർമാർ 18 വയസ്സായി കഴിഞ്ഞാൽ വോട്ടർ ID അത് നൽകപ്പെടുന്നുണ്ട്. അതും 10-25 കൊല്ലമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ധാരാളം ആളുകളുടെ കയ്യിൽ ആ വോട്ടർ ID ഉണ്ട്. പക്ഷേ വോട്ടർ IDയും നിങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്നാണ് ഔപചാരികമായി സർക്കാർ പറയുന്നത്. പിന്നെ എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പത്രാധിപർ R രാജഗോപാൽ, അദ്ദേഹം ഒരു 10-30 വർഷത്തിലേറെയായിട്ട് കൽക്കത്തയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു, ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തകനായിരുന്നു, ഗാന്ധിയനായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാജഗോപാൽ പറഞ്ഞത് തൻ്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചു എന്നാണ്. എന്തുകൊണ്ട് തടഞ്ഞു വെച്ചു? 2002 വോട്ടർ പട്ടികയിൽ രാജഗോപാലിൻ്റെയോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയോ പേര് കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ സ്ഥാനമില്ലാതെ പോയി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സമീപകാലത്ത് ചെയ്തൊരു കാര്യമാണ്, SIR എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നുണ്ട്. അത് ബീഹാറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ബംഗാൾ, കേരളം, അങ്ങനെ പല സംസ്ഥാനങ്ങളുമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങൾ പൂർത്തിയാക്കി മറ്റു സംസ്ഥാനങ്ങൾ വരികയാണ്. ബംഗാളിലെ 27 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തത്.
ഈ 27 ലക്ഷം വോട്ടർമാരിൽ ഒരു വലിയ പങ്ക് യഥാർത്ഥത്തിൽ ബംഗാളിൽ ജനിച്ചു വളർന്നവരാണ്, ബംഗാളികളാണ്. പക്ഷേ അവർക്ക് രേഖകൾ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇവരെ വോട്ടർമാരായിട്ട് അംഗീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല, അവർക്ക് വോട്ടും കൊടുത്തില്ല. രാജഗോപാലിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? 2002 വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയോ പേരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് 2025 റിവിഷനിലും സ്ഥാനം കിട്ടിയില്ല, അദ്ദേഹത്തിന് വോട്ടുണ്ടായില്ല. ശരി, വോട്ട് ചെയ്യാതിരിക്കുന്നത് സംഭവിച്ചു. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ വോട്ടില്ല, നിങ്ങൾ പൗരത്വമായിട്ട് അത് ബന്ധമില്ല. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. മകൾ കാലിഫോർണിയയിൽ ജോലി ചെയ്യുകയാണ്, പത്രപ്രവർത്തകയാണ്. അച്ഛൻ കല്യാണത്തിന് വരണമെന്ന് മകൾ അവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെയാണ് കുടുംബങ്ങളൊക്കെ പല സ്ഥലത്തും. ഒരു അച്ഛൻ ഇന്ത്യയിലാണെങ്കിൽ അമ്മ യൂറോപ്പിലായിരിക്കും, മക്കൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആയിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ മകൾ കാലിഫോർണിയയിൽ നിന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് അച്ഛനെ അങ്ങോട്ട് ക്ഷണിച്ചു. പക്ഷേ അച്ഛന് പാസ്പോർട്ട് നോക്കുമ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു, പുതുക്കി കിട്ടിയില്ല. എന്തുകൊണ്ട്? പറഞ്ഞ കാരണം നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ്. വോട്ടർ പട്ടികയും ആധാർ ഇതും തമ്മിൽ എന്താണെന്ന് ഒരു ബന്ധവുമില്ല. കാരണം ഇതൊരു ട്രാവൽ രേഖയാണ് സർക്കാർ പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ല, അതുകൊണ്ട് പിന്നെ പാസ്പോർട്ടില്ല. അത് വലിയ വിഷയമായി മാധ്യമങ്ങൾ ചർച്ചയായപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പാസ്പോർട്ടും കൊടുത്തു. പക്ഷേ പാസ്പോർട്ട് കൊണ്ട് കാര്യമില്ല. അദ്ദേഹം ഇങ്ങോട്ട് പോകാനാണ്, മകളുടെ കല്യാണം കഴിഞ്ഞു, അദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ്. ഈ നിലയിൽ ഇന്ത്യയിലെ പൗരന്മാരെ നെട്ടോട്ടം ഓടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി സർക്കാർ, അതിൽ പ്രത്യേകിച്ച് അമിത്ഷാ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കൊണ്ടുവന്നിരിക്കുന്ന നിരവധി പരിഷ്കാരങ്ങളാണ്. അതിലൊന്നാണ് ഇന്ത്യക്ക് പുറത്തുള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള അങ്ങനെയുള്ള 4-5 രാജ്യങ്ങളിൽ നിന്ന് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളും സിഖ് സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പൗരത്വം കൊടുക്കും എന്ന പുതിയ നിയമം കൊണ്ടുവന്നത്. മുസ്ലിങ്ങൾക്കില്ല. അതേപോലെ തന്നെ SIR എന്ന പേരിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ സമയത്ത് തന്നെയാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നടത്തിയത്. ജ്ഞാനേഷ് കുമാറിൻ്റെ ഈ പരിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിലെ പിന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രാജഗോപാലിനെ പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയില്ല എന്നുള്ള അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. എന്താ കാരണം? അദ്ദേഹം ഏതാണ്ട് 10-20 വർഷമായി നിരന്തരമായിട്ട് പല പ്രദേശങ്ങളിൽ ജോലി ചെയ്യായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ്, മലയാളിയാണ്. പക്ഷേ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് പക്ഷേ പാറ്റ്നയിൽ പോയി, പാറ്റ്നയിൽ കൽക്കട്ടയിൽ പോയി, ഇങ്ങനെ പല പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് നിരന്തരമായിട്ട് യാത്ര ചെയ്ത സമയത്ത്, നിരന്തരമായിട്ട് ട്രാൻസ്ഫർ വന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ 2002 ഈ തെരഞ്ഞെടുപ്പിൽ 2002 അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ടുണ്ട്. പക്ഷേ ഇത്തവണ SIR എന്ന് പറയുന്ന പ്രക്രിയയിൽ വേണ്ട രേഖ ഏതാണ്? 2002 രേഖയാണ്. ആ രേഖയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ എവിടെയോ ട്രാൻസ്ഫർ ആയി നടക്കുന്ന സമയത്ത് എനിക്ക് വീട് മാറിയ സമയത്ത് ആ സ്ഥലത്ത് പുതുക്കാൻ കഴിഞ്ഞ് പുതിയ സ്ഥലത്ത് കിട്ടിയതുമില്ല. അച്ഛൻ്റെ പേര് രേഖകളിൽ കാണുന്നുമില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് അച്ഛൻ മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി? ചിലപ്പോൾ ആശുപത്രിയിലുള്ള കിടക്കുന്ന സമയത്തായിരിക്കണം ഈ ഇലക്ഷൻ വോട്ടർ പട്ടിക പുതുക്കുന്ന സമയം അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഒരു ഗാന്ധിയനായ പൊതുപ്രവർത്തകനായ ഒരാൾ നിർബന്ധമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിരിക്കും. പക്ഷേ അദ്ദേഹം ചെയ്തതായിട്ട് കാണുന്നില്ല. രേഖയില്ലാത്തതായിരിക്കും, രേഖയിൽ വരാത്തത് എന്തായാലും ശരി കാണുന്നില്ല. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് വോട്ട് തടയുക മാത്രമല്ല പാസ്പോർട്ട് തടയുകയും. അദ്ദേഹം പറയും, ഞാനാകെ പരിഭ്രാന്തനായി മാനസികമായി ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോയി എന്നാണ്. ഒരു അറിയപ്പെടുന്ന പത്രാധിപരുടെ അവസ്ഥയാണത്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ, തങ്ങൾ ഈ പൗരന്മാരാണോ, ഈ നാട്ടുകാരാണോ, തങ്ങളിവിടെ പൗരത്വമുണ്ടോ, തങ്ങളുടെ സ്ഥിതി എന്താണ്, നാളെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുമോ എന്നറിയാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരു ഭയാനകമായ അവസ്ഥയാണ്. കാരണം നമ്മൾ ജനിച്ചു വളരുന്ന നാട്, നമ്മുടെ സ്വന്തം നാട്, തലമുറകൾ നമ്മൾ ജീവിക്കുന്ന നാട്, ഈ നാട്ടിലുള്ള പൗരത്വത്തിൻ്റെ അടിസ്ഥാനപരമായ രേഖ എന്ത് എന്ന് വെച്ചാൽ ആർക്കും എന്താണെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആരെ വേണമെങ്കിലും രാജ്യദ്രോഹിയാക്കാൻ മാറ്റാം, ദേശവിരുദ്ധനാക്കി മാറ്റാം, രാജ്യക്കാരനെ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറന്തള്ളിക്കളെ ഇങ്ങോട്ട് പുറന്തള്ളും, അറബിക്കടലിലേക്ക് പുറന്തള്ളാൻ കഴിയും, അറബിക്കടലിൽ ജീവിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് പൗരത്വത്തെ സംബന്ധിച്ച് ഇപ്പം ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഒരു തുലാസിലേക്കാക്കിയിരിക്കുകയാണ്, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീക്കുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ഈ രാജ്യത്ത് നയിക്കും. കാരണം 100 കോടിയിലേറെ ജനങ്ങളുള്ള നാട്ടിൽ
ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പൗരാവകാശ രേഖകൾ, പൗരത്വം സംബന്ധിച്ച രേഖകളില്ലെങ്കിൽ അവരാരാണ്, എങ്ങനെയാണ് പൗരത്വം അവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ പൗരത്വമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും. പൗരത്വമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഒരു രാജ്യം അവരെ നിങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ ഈ നാട്ടിലുകാരനല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവരെങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് ഈ സർക്കാർ, ഈ തരത്തിൽ അനാവശ്യമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന സർക്കാർ, അതിൻ്റെ ഭരണാധികാരികൾ അവരതിന് ആൻസർ പറയേണ്ടതായിട്ട് വരും. കാരണം ഇത് ശരിയായ ഒരു നിലപാടല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലം മുതൽ വളരെ കൃത്യമായിട്ട് ഇവിടെ ജനിച്ച ആളുകൾക്ക്, ഇവിടെ ജീവിച്ച ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം എന്ന അടിസ്ഥാനപരമായ നയമാണ് എല്ലാ കാലത്തും നമ്മൾ നടപ്പിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ ജീവിച്ച, ഇന്ത്യയിൽ തലമുറകളായി ജീവിച്ച ആളുകൾക്ക് പോലും പൗരത്വമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ ഭരണകൂടം എത്തിയിട്ടുണ്ട്. എത്രമാത്രം ഭയാനകമായ, ഭീകരമായിട്ടുള്ള ഒരു കാലത്തേക്കാണ് ഈ രാജ്യം പോകുന്നത് എന്നതിന് അതിനേക്കാൾ വലിയ തെളിവ് വേറെ വേണ്ട.